ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു വട്ടയിറ്റിനയുടെ വീഡിയോ കാണാം കേട്ടോ. സ്കൂളുള്ള ദിവസത്തിൽ വട്ടയിറ്റിനയുടെയാണ്. അപ്പോൾ ഇന്ന് എന്താ കഴിച്ച് നോക്കാം. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടി നല്ല ചൂടും മൊയിനും അപ്പവും ചമ്മന്തിയും വെറുങ്കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതായാലും രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ലഞ്ചായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ചോറും പിന്നീട് വെറുങ്കറിയൊക്കെ ആയിരുന്നു ലഞ്ചായിട്ട്. ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ചോറും പിന്നെ നല്ല സെറ്റ് മീൻകറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചോറ്, പിന്നെ ചീനിയുണ്ട്, തല ഇങ്ങനെ കറി വെച്ചതുണ്ട്, മാങ്ങ നല്ല മാങ്ങയൊക്കെ ഇട്ട് വെച്ച കറിയാണ് കേട്ടോ. ഉണക്കമാങ്ങ ഇട്ട് വെച്ചത്, മീൻ വറുത്തതും ഉണ്ട്, ചെറുതായിട്ട് പൊടിഞ്ഞു ഇട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ച മീൻകറി ഇളക്കി മാങ്ങയൊക്കെ ഉടച്ച് ഒരു പീസ് മുള വരച്ച മീനും വറുത്തൊരു പീസ് മീനും കൂടെ, മീൻ പൊരിച്ചതിൽ നിന്ന് ഒരു പീസും കൂടെ വെച്ച് എല്ലാം കൂടെ കൂട്ടിടുക. കുറച്ച് ചീനി കഴിച്ചു നോക്കാം. എനിക്ക് ചോറും ചീനിയും കൂടെ ഇളക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ചീനി മാത്രം. ഒരു പീസ് കറി വെച്ച മീനും വറുത്ത മീനും കൂടെ കുറച്ച് കറിയും കൂടെ കൂട്ടി വരിക. ചീനി വെള്ളം നല്ല മാങ്ങയൊക്കെ ഇട്ട് വെച്ച മീൻ കറിയാണ്. ഉണക്ക മാങ്ങയാണ് കേട്ടോ. കറിയും മാങ്ങയെല്ലാം കൂടെ ഇളക്കി പീസ് വറുത്ത മീനും കൂടെ വെച്ചിട്ട് ഇത് തേങ്ങ അരച്ചും വെച്ച് മീൻ അല്ലാതെ വളവിട്ടും വെച്ചു. അപ്പോൾ കേസ് വൈകിട്ട് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ സാധനമാണ് കേട്ടോ, കഴിച്ച് നോക്കാം. അത് മുട്ടയിൽ മുക്കി പൊരിച്ചാണ് കേട്ടോ, അകത്ത് നോക്കാം. ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് നല്ല ചൂടോടെ ഉണ്ടാക്കിയതാണ് കേട്ടോ, കഴിച്ച് നോക്കാം. ചൂട് ഫില്ലിങ് രക്ഷയില്ല കേസ്. ആ മസാല എന്താ ചെയ്യാനാ എൻ്റെ കാര്യം. ഇത് മുക്കി പൊരിക്കാൻ എടുത്ത മുട്ട ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മുട്ടയും കൂടെ വെച്ചിട്ട് കഴിച്ച് നോക്കാം. പതുക്കെ കഴിക്ക്. സോസ് വേണ്ട, സോസ് ഇല്ലാത്തതാണ് വേണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ച മുട്ട ഫ്രൈ ചെയ്തതിൻ്റെ അകത്ത് വെച്ച് ഉണ്ടാക്കാമെന്ന്, അല്ലെങ്കിൽ മസാലയിൽ തന്നെ മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും കൂടി ഇഷ്ടമായി. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കണ്ട. അപ്പോൾ ബൈ.